Assalamualaikum. Welcome back to Salva's kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. തണ്ണിമത്തൻ കൊണ്ടൊരു ഹൽവ. ഇതിന് തണ്ണിമത്തൻ എന്നും വത്തക്ക എന്നും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ വീട്ടിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വത്തക്കയുടെ കളർ നല്ലൊരു ഭംഗിയുള്ള കളറായതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. ഇതിലേക്ക് നമ്മൾ മറ്റൊരു പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ആഡ് ചെയ്യാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് വത്തക്കയുടെ പീസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിത് സീഡ്സ് ഒക്കെ കൂടിയിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പീസസ് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ജ്യൂസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് സീഡ്സും ഇതൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം നമുക്ക് ജ്യൂസും സീഡ്സും സെപ്പറേറ്റ് ആക്കാൻ. ഇതുപോലെ ജ്യൂസസ് മാറ്റിയെടുക്കുക. അത്യാവശ്യം കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയിലെങ്കിലും നമുക്ക് ഈ വത്തക്കയുടെ ജ്യൂസ് വേണം. അപ്പോഴാണ് ഇത് തിക്കാക്കിയിട്ട് എടുക്കാനുള്ളതാണല്ലോ ഹൽവ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ 2 ട്രിപ്പായിട്ട് വേണം എനിക്ക് വത്തക്ക അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളത്തിന് ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വത്തക്ക എന്ന് പറയുന്ന ഫ്രൂട്ടിന് അത്യാവശ്യം ഒരു വെള്ളം ഉള്ളതാണല്ലോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വത്തക്ക എടുക്കുമ്പോൾ നല്ല കളറുള്ളതും മധുരമുള്ളതും നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി ഇതുപോലെ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള പീസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വത്തക്കയുടെ ജ്യൂസ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒരു ബൗള് വത്തക്കയുടെ ജ്യൂസ് ഉണ്ട്. ഇതിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിക്കാണ്ട് കുറച്ച് ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബൗള് പഞ്ചസാര, കുറച്ച് ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മാറ്റി വെച്ചിട്ടുള്ള വത്തക്കയുടെ ജ്യൂസിക്ക് ഒരു ബൗള് കോൺ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ വേണം നമുക്കിത് അതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം. ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് അങ്ങനെ ഒന്നിച്ചിടരുത്. അപ്പോൾ ഒന്നിച്ച് കട്ട പിടിച്ച് ഇത് മര്യാദക്ക് റെഡി ആയിട്ട് കിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വത്തക്ക അറിയുമ്പോൾ തന്നെ ഓൾറെഡി നല്ല വാട്ടറുള്ളൊരു ജ്യൂസ് ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ കോൺ പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഹൽവ തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രയൽ അതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇത് വത്തക്കയൊക്കെ റെഡിയായിട്ട് ഹൽവ റെഡിയാക്കിയതിന് ശേഷം ഡയറക്റ്റായിട്ട് തന്നെ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതുപോലെ ഒരു ചൂട് കട്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വത്തക്കയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പിന്നെ ഇത് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചൂട് കട്ടിയുള്ള പാത്രം വേണം. കുറച്ച് വലിയ പാത്രം എടുക്കുകയാണ് കൂടുതൽ നല്ലത്. എങ്കിൽ തിളക്കുമ്പോഴൊക്കെ നമുക്കിത് മര്യാദക്ക് ഇളക്കി കൊടുക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ കോൺ പൗഡർ ആദ്യം കൂട്ടിയത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ കളറൊക്കെ നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറായിട്ടുണ്ട്. ഇതുപോലെ തിക്കായി വരുമ്പോൾ ഇനി ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നമുക്ക് ഒരു അത്യാവശ്യം ഒരു 4-5 ടീസ്പൂൺ വേണം. ഞാനിവിടെ 4 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കാണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇനി ഇതിലേക്ക് ചെറിയൊരു ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇനി റോസ് വാട്ടറോ മറ്റ് വേറെ ഫ്ലേവറുകളൊന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിത് നന്നായിട്ട് തിക്കായിട്ട്
ഹൽവയാക്കിയിട്ട് എടുക്കണമല്ലോ, അപ്പോൾ ഒരുപാടായിട്ട് വേണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹൽവ എന്നൊക്കെ പറയുമ്പോൾ നെയ്യിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അതുപോലെ ഒഴിക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുക. ഇതുപോലെ വീണ്ടും നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മൂന്നാമത്തെ ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം നമുക്കിതൊരു അരമണിക്കൂർ പിടിക്കും ഇത് കറക്റ്റായിട്ട് ഇത് വെന്ത് റെഡി ആയിട്ട് കിട്ടാൻ. ലോ ഫ്ലെയിമിലിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഇത് നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടണം. ഇതാ നാലാമത്തെ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലൊക്കെ കൂട്ടാം, പക്ഷെ ഹൽവയിലൊക്കെ നെയ്യിൻ്റെ ടേസ്റ്റ് ആണല്ലോ ഉള്ളത്, അതാണ് ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറായതുകൊണ്ട് നമുക്ക് കളറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യണ്ട. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ധൈര്യത്തോടെ കഴിക്കാം ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സാണ്, ആൽമണ്ട് പീസസ്, പീനട്ട്, കാഷ്യൂസ്, കുറച്ച് റൈസിൻസ്. നിങ്ങളെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സുകൾ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത നട്ട്സ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ ടീസ്പൂണ് ബ്ലാക്ക് എള്ളാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്കും റെഡും നല്ലൊരു കളർ കോമ്പിനേഷനും ഇതിലിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹൽവയായിട്ട് കിട്ടും. കുറച്ച് നട്ട്സ് ഇതിൽ ഇപ്പോൾ തന്നെ ചേർക്കുമ്പോൾ നമുക്ക് ഉൾഭാഗത്തൊക്കെ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വീണ്ടും ഇതാ നിൽക്കാതെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി? നമുക്ക് നല്ല തിക്കായിട്ട് വേണം കിട്ടാൻ. ഇതുപോലെ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടണം, അതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ തവി കൊണ്ട് മാറ്റി നോക്കുമ്പോൾ അതിൽ നിന്ന് വിട്ട് നിൽക്കണം. ഇതപ്പം നമ്മുടെ ഹൽവയുടെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നട്ട്സൊക്കെ ഇട്ടത് കൊണ്ട് ഇതിൽ നെയ്യും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു സ്മെല്ലും, ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഇതിൻ്റെ ഹൽവ ഇങ്ങനെ തിക്കായി വരുമ്പോൾ. ഇനി ഇത് സെറ്റായിട്ടുണ്ട്, നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതാ നമ്മൾ നേരത്തെ സ്പ്രെഡ് ചെയ്ത് വെച്ചുള്ള ട്രേയിൽ കുറച്ച് ബ്ലാക്ക് എള്ള ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം, ഏത് ഷേപ്സിൽ വേണമെങ്കിലും. ഇതാ ഇനി ഞാൻ നമ്മുടെ ഹൽവ ഇതുപോലെ ചൂടോടെ തന്നെ വേണം നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാൻ. ഞാനിവിടെ ഈ ഒരു ലെവൽക്ക് സെറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു മീഡിയം തിക്നെസ്സിലാണ് ഹൽവ കിട്ടുക. നിങ്ങൾക്ക് നല്ല ഓവർ തിക്നെസ് വേണമെങ്കിൽ ഇതിനെ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെറ്റ് ചെയ്യാം. ചെറിയ ട്രേയിലോ അതുപോലെ തന്നെ ഏതെങ്കിലും പാത്രത്തിലോ ഷേപ്സിലോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ എല്ലാ വശത്തേക്കും ഞാനിത് നമ്മുടെ ഹൽവ ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ എടുക്കും ഇത് സെറ്റ് ചെയ്ത് കിട്ടാൻ. ഇതുപോലെ മുകൾ വശമൊക്കെ ഒന്ന് ഇതുപോലെ ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്മേൽ കുറച്ച് നെയ്യ് തടവിയിട്ട് എല്ലാ വശവും ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗമൊക്കെ ഇതെല്ലാ വശം ഇതുപോലെ ഒന്ന് ലെവലാക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിലൊന്നും സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോഴത്തെ 1 മണിക്കൂറിന് ശേഷം കണ്ടില്ലേ നമ്മുടെ ഹൽവ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് നമ്മൾ ഇപ്പോഴിത് കട്ട് ചെയ്യണില്ല. 2 മണിക്കൂർ കറക്റ്റിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ട് തണുത്ത് എല്ലാതും വിട്ട് കിട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാൻ അതിൻ്റെ സൈഡൊക്കെ കത്തി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ഓൾറെഡി നെയ്യൊക്കെ പുറത്തേയും കൊണ്ട് നന്നായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് കമിഴ്ത്തിയിട്ട് എടുക്കാം. ഇതാ കണ്ടില്ലേ നമ്മുടെ ഹൽവ നല്ല ഭംഗിയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള, കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഈ ഹൽവ. നമ്മളിതുപോലെ കുറച്ച് നട്ട്സും എള്ളൊക്കെ കൂട്ടിയത് കണ്ടില്ലേ, നമ്മൾ മുകൾ ഭാഗത്ത് ടോപ്പിങ്ങിലും കൂടെ ഇട്ട് കൊടുത്തത് കൊണ്ട് ഇതിങ്ങനെ എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മീഡിയം തിക്നെസ്സിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
ഇത് വളരെ സോഫ്റ്റാണ് കഴിക്കാൻ. നമ്മൾ വീട്ടിൽ തന്നെ പ്രിസർവേറ്റീവ്സും കളറൊന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ കഴിക്കാം. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഒരു പേടിയും വേണ്ട. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമാകുമ്പോൾ ധൈര്യത്തോടു കൂടി എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചെറിയ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ മുകൾ ഭാഗത്തുള്ള നട്ട്സുണ്ട്, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ ഇട്ട് കൊടുത്തുകൊണ്ട് കടിക്കുമ്പോഴും നന്നായിട്ടുണ്ട് നട്ട്സൊക്കെ. ഇതൊക്കെ കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തണ്ണിമത്തൻ ഹൽവ. എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഹൽവ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അസ്സലാമുഅലൈക്കും.